ചുണ്ടേപ്പള്ളിയിലേക്കാണ്. വയനാട് ജില്ലയിലെ ചുണ്ടേൽ ഉള്ള വിശുദ്ധ യൂദാ തദ്ദേവുസിൻ്റെ നാമത്തിലുള്ള പള്ളിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഒത്തിരി വർഷങ്ങളായിട്ട് വലിയ ആത്മബന്ധമാണ് ഈ പള്ളിയുമായിട്ടുള്ളത്. ഒരു സങ്കടം വന്നാൽ ഏറ്റവും ആദ്യം ഓടി വരുന്നത് ഈ പള്ളിയിലേക്കാണ്. എല്ലാ തിങ്കളാഴ്ചയും ഇവിടെ നൊവേനയുണ്ട്. നൊവേനൻ്റെ അർത്ഥമൊന്നും എനിക്കറിയില്ല, എന്നാലും നോവുള്ളവന് ഏറ്റവും നല്ലൊരു പ്രാർത്ഥനാ ഗ്രൂപ്പായിട്ട് എനിക്കത് ഫീൽ ചെയ്യാറുണ്ട്. ഞാനതിൽ പങ്കെടുക്കാറുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഞാനൊരു വണ്ടി വാങ്ങി ഒത്തിരി വർഷം മുമ്പ്, ഒരു 25 വർഷം മുമ്പ്. അപ്പോൾ ഞാനങ്ങനെ ഒരു പള്ളിയിലേക്ക് കൊണ്ടുപോയി അത് പ്രാർത്ഥിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ കമ്മിറ്റി ഓഫീസിൽ പൈസ അടയ്ക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പള്ളിയുടെ ഓഫീസിൽ പൈസ അടച്ചു. അപ്പോൾ പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് പുരോഹിതൻ വന്നു. അതിനുള്ള പൈസയാണ് ഓഫീസിൽ അടച്ചത്. കുറച്ച് കഴിഞ്ഞ സമയത്ത് പുരോഹിതൻ്റെ സഹായി വന്നിട്ട് പറഞ്ഞു, ഒരു പൈസ കവറിലിട്ട് പുരോഹിതനെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞു. അതും ഞാൻ ചെയ്തു. കാരണം നമ്മളൊരു വണ്ടി എടുക്കുന്നത് അതിന് ഇൻഷുർ അടച്ച്, ടാക്സ് അടച്ച്, അതിൻ്റെ മാസം EMI കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. കുറച്ച് കഴിഞ്ഞ സമയത്ത് അതിൻ്റെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പുരോഹിതൻ പോയ സമയത്ത് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ സഹായിക്കും ഒരു പൈസ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതെന്തോ വിലപേശി പ്രാർത്ഥനയ്ക്ക് ഒരു പൈസ വാങ്ങിക്കുന്നത് എനിക്ക് ശരിയാണെന്ന് തോന്നിയില്ല. അതിനുശേഷം ഞാൻ ഏറ്റവും കൂടുതൽ വരുന്നത് ചുണ്ടേപ്പള്ളിയിലാണ്. അപ്പോൾ ഓരോ വണ്ടി വാങ്ങിക്കുമ്പോഴും ഞാൻ കൊണ്ടുവരും, ഇതുപോലെ ഇവിടെ നിർത്തിയിടും, അച്ഛനോട് ചെന്ന് കാര്യം പറയും. അച്ഛൻ വരും, പ്രാർത്ഥിക്കും, ഞാൻ വണ്ടി കൊണ്ട് പോകും. എന്തെങ്കിലും ഒരു പൈസ പോലും ഇവിടെ വാങ്ങിക്കാറില്ല ആരും. നമുക്കൊരു പൈസ പള്ളിയിൽ ഇടണമെന്നുണ്ടെങ്കിൽ അത് ആ ഭണ്ഡാരത്തിലിടുക. അത് 1 രൂപയാവാം, നമ്മുടെ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പിടിച്ചുപറി ഫീൽ ചെയ്യാത്തതുകൊണ്ട് എൻ്റെ എല്ലാ വണ്ടികളും ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടാണ് വെഞ്ചരിപ്പിക്കാറുള്ളത്. അപ്പോൾ ഒത്തിരി ആത്മബന്ധമുള്ള ഈ പള്ളിയിൽ ഈ ഭാഗത്തൂടെ വന്ന് കയറി പ്രാർത്ഥിച്ചിട്ടേ പോകാറുള്ളൂ. അപ്പോൾ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാം.